ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 1-ാം തീയതി എടുത്ത് വെച്ചൊരു വീഡിയോ ആണ് കേട്ടോ. കാരണം ജൂൺ 1-ന് എൻ്റെ പപ്പേൻ്റെയും എൻ്റെ മോൻ്റെയും ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ വെച്ച് കേക്ക് കട്ട് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചിരുന്നതാണ്. നമുക്ക് ജസ്റ്റ് എവിടെയെങ്കിലുമൊക്കെ കറങ്ങാൻ പോകാം, വെറുതെ കേക്ക് കട്ട് ചെയ്ത് എന്തിനാ പൈസ കളയുന്നത്, വെറുതെ ആർഭാടാക്കണ്ടല്ലോ എന്നുള്ള മൈൻഡായിരുന്നു. നോക്കുമ്പോൾ രാത്രി അവർ കേക്ക് വാങ്ങിയിട്ട് വന്നുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവർ രണ്ടുപേരും ബർത്ത്ഡേ ഒരുമിച്ചാണ് കേട്ടോ. പിന്നെ നമുക്ക് ഡ്രസ്സ് മാറ്റാനോ ഒന്നും ഇവർ സമ്മതിച്ചില്ല, മക്കൾ സമ്മതിച്ചില്ല കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ അങ്ങനെ തന്നെ ഇരുന്നങ്ങ് കേക്ക് മുറിച്ചു. അവരെ സന്തോഷമല്ലേ വലുതെന്ന് വിചാരിച്ച്. പിന്നെ നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റ് നമ്മൾ ആദ്യം പോയിട്ടുണ്ടായിരുന്നത് ചെങ്കൽ ശിവക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. അപ്പം ഞങ്ങൾ വരുന്നുണ്ടെങ്കിലും ഇവരിതുവരെ വന്നിട്ടില്ല. അപ്പം നമ്മൾ വെച്ചാൽ ആദ്യം അവിടെ തന്നെ പോവാം. അങ്ങനെ ഒരു കാറൊക്കെ വിളിച്ചാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് കുറേ വീഡിയോസും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ട്. ബാക്കിയൊക്കെ ക്യാമറയിലാണ്, അതൊന്നും എടുത്തിട്ടില്ല, കിട്ടിയിട്ടില്ല. പിന്നെ നമ്മൾ അവിടുന്ന് കുറേ നേരം വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് നമ്മൾ നേരെ തിരിച്ചിനിയിപ്പം ടൗണിലേക്കാണ് പോകുന്നത്. പറ്റുന്ന സ്ഥലമൊക്കെ കവർ ചെയ്യാം. പിന്നെ കുറേ സ്ഥലങ്ങളൊക്കെ അവർ പോയിട്ടുള്ളതാണ്. അതുകൊണ്ട് പിന്നെ നമ്മൾ പറ്റുന്ന പോലെയൊക്കെ പോകാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ പോകാം. പിന്നെ മെയിനായിട്ടൊന്ന് ലുലു മാൾ പോകണം കുട്ടികളെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട്. കാരണം അച്ചൂട്ടൻ അവിടെയൊക്കെ പോയി എപ്പോഴും കളിക്കുന്നതുകൊണ്ട്, കിഡ്സ് സോണിലൊക്കെ പോയി കളിക്കുന്നതുകൊണ്ട് അവനറിയാം. പിന്നെ മോളെ ഒന്ന് അതിലൊക്കെ കയറ്റാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ പോയിട്ടുണ്ടായിരുന്നു നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ ഉദ്ദേശിച്ചിട്ടില്ല. കാരണം എല്ലാവർക്കും മുണ്ടും ഒക്കെ വേണമല്ലോ എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ അമ്പലത്തിലേക്ക് കയറുന്നില്ല. ജസ്റ്റ് ഒന്ന് അവിടെ വരെ പോയി കണ്ട് ഫ്രണ്ടിലൊക്കെ 2-3 ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും അവിടെ പോയി കഴിഞ്ഞിട്ട് നമ്മൾ വെച്ചൊന്ന് കയറിയാൽ 2 മനസ്സായിരുന്നു. പിന്നെ വെച്ച് വേണ്ട, എന്തായാലും പിന്നെ മുണ്ട് വാങ്ങണം, അങ്ങനെ എന്തൊക്കെയോ അവിടെ കുറേ കാര്യങ്ങളുണ്ടല്ലോ, അതുകൊണ്ടാണ് കേട്ടോ കയറാതിരുന്നത്. പിന്നെ നമ്മൾ ഇവിടുന്ന് നേരെ തിരിച്ചിനി അടുത്ത പോകുന്നത് ഫുഡ് കഴിക്കാനാണ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്കിനി നെക്സ്റ്റ് സ്ഥലങ്ങളൊക്കെ പോയി കാണാൻ. പിന്നെ ഫുഡ് കഴിച്ച വീഡിയോസ് ഒന്നും ഞാൻ എടുത്തില്ല, അതെന്താണെന്ന് പോലും എനിക്കറിയില്ല കേട്ടോ. പിന്നെ എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ കുട്ടികളെ നോക്കാനൊക്കെ കുറച്ച് ഇതായിരുന്നു. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നേരെ പോയിട്ടുണ്ടായിരുന്നത് ലുലു മാളിലേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ലുലു മാളിലേക്ക് എത്തുമ്പോൾ ഏകദേശം ഒരു 2 മണിയൊക്കെ ആവാനായിട്ടുണ്ടായിരുന്നു സമയം. നമ്മൾ എന്തായാലും കയറി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കി ഇവിടുന്ന് ഫുഡ് കഴിച്ചാലോ എന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചാൽ അത്രയ്ക്ക് എക്സ്പെൻസീവായിട്ട് ആവശ്യമില്ലല്ലോ, ജസ്റ്റ് കറങ്ങി അവിടെ എത്തിപ്പോയി കേൾക്കില്ല. ഇതിങ്ങനെ ആകുന്നു. എനിക്ക് പിന്നെ ഒരു കൊതി കേട്ടോ, ഒന്ന് റൈഡിൽ കയറിയാൽ കൊള്ളാം, ഈ ട്രെയിനിലൊന്ന് കയറണം എന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഈ പ്രാവശ്യം ഒന്ന് കയറാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് വീഗാലാൻഡിൽ പോയിട്ട് ഏതൊരു റൈഡിൽ കയറിയിട്ട് തല കറങ്ങി ഛർദ്ദിച്ച് പിന്നെ ഞാൻ ഇന്ന് വരെ ഒരു സംഭവത്തിലും കയറിയിട്ടില്ലായിരുന്നു കേട്ടോ. ഇന്നത്തോടെ ഈ പുതിയും കഴിഞ്ഞു. ഇപ്പോഴാണോ പേടിക്കാൻ? അതാ ഇല്ല, ഒരു റൗണ്ട് കൂടി ഉണ്ട്. അതിൽ കയറ്റണമായിരുന്നു അല്ലേ?
കിട്ടിയാ അത് ലുലുമാളല്ലേ നമ്മൾ പോയത്. അതന്നെ ലുലുമാൾ എന്ന് പറയുന്ന സാധനം. മേലത്തെ കിട്ടുക ലുലുമാൾ എഴുതിയിട്ട്. ഏടി പെണ്ണെ അതെ ലുലുമാൾ. അയാൾ വെച്ച് കൈ പിടിച്ച് നിൽക്കുന്ന ഫോട്ടോ ഇല്ല, അത് ലുലുമാൾ ബിൽഡിംഗാ. കാണാൻ പോവാ. അവിടെ ഉണ്ടല്ലോ ഹെലികോപ്റ്റർ, അതിൽ കേട്ടോ. ഓ ചുണ്ട് വീണ ചുണ്ട് പറഞ്ഞു തരും എൻ്റെ കൂടെ. പിന്നെ നമ്മൾ നേരെ വന്നിട്ടുണ്ടായിരുന്നത് ശംഖുമുഖത്തേക്കാണ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞ് കുറേ നേരം ഇതിലൊക്കെ നടന്നു. വെറുതെ ഒരു രസമല്ലേ, ഇന്ന് കാണണം എന്നൊന്നും ഇല്ലല്ലോ. അങ്ങനെ വെറുതെ ഒന്ന് നടന്നു കറങ്ങി നേരെ തിരിച്ച് വിട്ടു കേട്ടോ. നേരെ തിരിച്ച് വീട്ടിൽ വന്ന ശേഷം നമ്മൾ പിന്നെ രാത്രിയാണ് നമ്മുടെ ഇവിടെ അടുത്തുള്ള ആടുമലത്തുറ ബീച്ചിലൊക്കെ ഒന്ന് പോയി. മക്കൾ അവിടെ കുറേ നേരം മണ്ണിലൊക്കെ കളിച്ചു. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ വീഡിയോസൊന്നും ഞാൻ എടുത്തു വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള വീഡിയോസൊക്കെ വെച്ചിട്ടാണ് ഞാനൊരു വീഡിയോ ആക്കിയിട്ടുള്ളത്. നേരെ കുട്ടികൾക്ക് ഇപ്പഴത്തെ ചൂടാ മണ്ണ്. എത്ര മണ്ണുണ്ട് ഇതിവിടെ? വായിലായല്ലേ പട്ടി മൂത്രം ഒഴിച്ച് ആൾക്കാർ മൂത്രം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇഷ്ടപ്പെടേണ്ടെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇനി അടുത്തൊരു നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരാൻ ശ്രമിക്കാം. കുറച്ചെടുത്ത് വെച്ച വീഡിയോസൊക്കെ ഉണ്ട്. അപ്പോൾ ബായ്.